ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമുക്ക് ഫുഡിന് ഓർഡർ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. 3 മണിയാകുമ്പോഴത്തേന് നമുക്ക് 15 പാലപ്പം, അതേപോലെ തന്നെ 20 നൂൽപുട്ട്, അതിലേക്കുള്ള ചിക്കൻ കറി, പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇതിനൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു 3 മണിയാകുമ്പോഴത്തേന് കൊടുത്താൽ മതി. 3 മണിയാകുമ്പോഴത്തേന് ഒരു വീട്ടിലെത്തിക്കണം, 2:30 ആകുമ്പോഴത്തേന് കൊടുക്കണം. പിന്നെ നമുക്ക് കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ മാവ് കൂട്ടാനുള്ള ഐറ്റംസൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ റെഡിയാക്കൽ രാവിലെ. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതും ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു വെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രാവിലെ ചായ ഇട്ടുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടതിനും തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സാധാ ചായ കേട്ടോ ഉണ്ടാക്കുന്നത്, പാലൊക്കെ പറഞ്ഞിട്ടുള്ള. ചിലപ്പോൾ മെഷീൻ ചായൻ്റെ പൗഡർ ഉണ്ട്, അത് ഇട്ടുകൊണ്ട് ഉണ്ടാക്കും പാലില്ലാത്ത ടൈമിൽ. അപ്പോൾ തലേ ദിവസം ദോശക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിനും അത് നല്ലോണം നൊരഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ കിച്ചണിൽ വന്ന് ആദ്യം നോക്കുക തന്നെയാണല്ലോ. ഞാൻ കുറച്ച് മുന്നേ ഒന്ന് വന്ന് പോയതാട്ടോ കിച്ചണിൽ. അപ്പോൾ മാവ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാനും ഇങ്ങനെ പുറത്തേക്ക് തുള്ളി വരുന്നൊന്നുമില്ല ഇനി കേട്ടോ, തുള്ളി ഉറ്റി വീഴണമൊന്നുമില്ല ഇനി. എന്നാലും ഞാനിനി ഉറ്റി വീണാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിനും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ ആ പാത്രത്തേക്ക്. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എന്നോട് കാണിക്കുമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടെയൊക്കെ ഇൻക്ലൂഡ് ആക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടുതലാവും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. ഇതിങ്ങനെ പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഉമ്മയ്ക്ക് ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നുണ്ട്. ഞാനൊരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ സെക്കൻഡ് ചാനലിൽ വൈകുന്നേരം എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ മാവ് നല്ലോണം നിറഞ്ഞ് പൊങ്ങിന് കേട്ടോ. ഇതിൽ അധികം ഉഴുന്നൊന്നും ചേർക്കലില്ല, ചോറാണ് കേട്ടോ കൂടുതൽ. അരിയും ചോറും 2 സ്പൂൺ ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്ക റെസിപ്പി. അപ്പോൾ ഇത് കണ്ടോ മാവ് നിറഞ്ഞ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിന്. അപ്പോൾ മാവ് അങ്ങനെ ഒലിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം തന്നെ ആകെ വൃത്തികേടാവും. പിന്നെ അതൊക്കെ ഞാൻ റെഡിയാക്കി കേട്ടോ. പിന്നെ അതിൽ ഈസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പസോട് ഇട്ടിട്ടുണ്ടായിന്, ഈസ്റ്റ് ഇട്ടിട്ടില്ല. അങ്ങനെ മാവും പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അതായത് നമുക്ക് ദോശ ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാരമൽ ദോശയായിട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഐഫക്കുട്ടിക്കാണ്. ഐഫക്കുട്ടിക്ക് മദ്രസക്ക് പോകുമ്പോൾ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ വെറും വയറ്റിൽ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഓരോരുത്തർ പറയലുണ്ട്. പക്ഷേ അതങ്ങനെ ശീലമായി പോയിട്ടോ. അതില്ലെങ്കിൽ ഇതേപോലെ കാരമൽ ദോശയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അല്ലാതെ നമ്മൾ അപ്പം അല്ലെങ്കിൽ നൂൽപുട്ടും അതൊന്നും കൊടുത്താൽ ഓക്ക് പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ കാരമൽ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വലിയൊരു ദോശയാക്കിയിട്ട് പരത്തിയിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര ഇട്ടാണ്ട് അപ്പൊക്കെ ഉണ്ടാക്കണ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും എപ്പോഴേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പിന്നെ നമ്മൾ കൊടുക്കണ്ടല്ലേ. ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അതേപോലെ കാരമൽ ദോശ റിച്ച് മോൻക്കും ഇഷ്ടമാണ്, ഐഫക്കുട്ടിക്കൊക്കെ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലൊക്കെ ഞാൻ അതേപോലെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയതുകൊണ്ട് ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരത്തിന് പഞ്ചസാര ഉണ്ടല്ലോ. ഇനിയിപ്പോൾ സാധാ ദോശ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ അധികം വട്ടത്തിൽ പരത്തിയെടുക്കില്ല, കുറച്ച് അതേപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുക്കുള്ളൂ കേട്ടോ. നമ്മൾ ഓട്ടടൻ്റെ ഒന്നും അത്ര വലിപ്പമല്ല, അതിലേറെ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. ഇതേപോലെ ഈ ഒരു രീതിയിലാട്ടോ ഇത് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒരു പഞ്ഞി പോലെയുള്ള അപ്പമാണ്. കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ നല്ല ഇഷ്ടീകാരം. ഓൽക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതാണല്ലോ ഇഷ്ടം ഉണ്ടാവുക. അതേപോലെ ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം അപ്പമാണ് കൂടുതൽ ഇഷ്ടം. പുട്ടൊന്നും ഉണ്ടാക്കിയാൽ വല്ലാതെ പോവില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പം ദോശ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നീർദോശ, അതൊക്കെയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പം ഞാനിത് അവിടെ അപ്പം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം ചുട്ടെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചട്നി ഉണ്ടാക്കണം. ചട്നി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഉണ്ട് പണി. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഓർഡർ ഉണ്ട് പാലപ്പത്തിനൊക്കെ എന്നുള്ളത്. അപ്പോൾ അരിയൊക്കെ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ തന്നെ മാവ് കൂട്ടേണ്ട ആവശ്യമില്ല പാലപ്പത്തിന് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. മാവ് ഒരു 1:30-2 മണിയൊക്കെ ആവണ ആ ഒരു സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുത്താൽ മതി. പാലപ്പം ചുടാനൊക്കെ എളുപ്പമുണ്ട്.
കുറച്ചല്ലേ ഉള്ളൂ, 15 അല്ലേ ഉള്ളൂ. പിന്നെ നൂൽപുട്ടും, അത് രണ്ടും വലിയ കുഴപ്പമില്ല. പക്ഷേ മറ്റേതൊക്കെ കുറച്ചേച്ച് ആണെങ്കിലും വേറെ വേറെ ഐറ്റംസ് അല്ലേ, ബീഫ്, അതേപോലെ ചിക്കൻ ഫ്രൈ, അതേപോലെ ചിക്കൻ കറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതാ ഞാൻ ആദ്യം പാലപ്പത്തിനുള്ള മാവാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കാരമൽ ദോശ ഞാൻ 2-3 കൂടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, റിച്ചുവിനും അത് മതി എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ദാ ഇനിയിപ്പോൾ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കുകയാണ്. പാലപ്പത്തിൻ്റെ റെസിപ്പി പിന്നെ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ട്. ആരോ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിനി പാലപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും കൂടെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിനി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2.5 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് അരിപ്പൊടി, ഒരു 2 സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ കപ്പി കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതേപോലെ 1 കപ്പ് ചോറും പിന്നെ ഈസ്റ്റ്, പഞ്ചസാര, അതാണ് കേട്ടോ ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ അരച്ചെടുത്ത്. അപ്പോൾ ഇതൊരു ശരിക്കൊരു 2-3 മണിക്കൂർ മതി കേട്ടോ നല്ലോണം പൊങ്ങി വരാൻ. അപ്പോൾ കുറച്ച് നേരം വൈകി മാവ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഈ അപ്പത്തിന് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ പുളിച്ച് വരുമൊന്നുമില്ല. ഈ തേങ്ങ വെള്ളമൊക്കെ ചേർത്താൽ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. ഇതിനങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി. ഇനിയിപ്പോൾ ഞാൻ റിച്ചുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണം. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ഞാൻ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിനി, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ എഗ്ഗ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് ബാക്കി ഉണ്ടായിന്. നമ്മൾ 2.5 കപ്പ് അരി വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, എന്നാലും കുറച്ച് ബാക്കിയുണ്ടായിന്. രാത്രി ആയതുകൊണ്ട് പിന്നെ ബിരിയാണി ഒന്നും വല്ലാതെ അങ്ങോട്ട് പോകില്ല. അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവി കയറ്റി ചൂടാക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ തലേ ദിവസത്തെ കുട്ടികൾക്ക് കൊടുക്കണത് എന്ന് വിചാരിക്കേണ്ട, അത് നല്ല റൈസാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ പഴയ ചൊവയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. തലേ ദിവസത്തെ ബിരിയാണി പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ നല്ലോണം ആവി കയറ്റി അങ്ങനെ ചൂടാക്കി എടുത്തതാട്ടോ. ഇനിയിപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. പക്ഷേ അതിലേറെ സുഖം അതേപോലെ ആവി കയറ്റി എടുക്കുകയാണ്. എന്നാൽ പിന്നെ ആ ചോർക്ക് വെള്ളം ഒന്നും ഇറങ്ങില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ കുക്കറിലാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ വെള്ളത്തേക്ക് അല്ല വറ്റിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റിലല്ല, ആ ചോറ് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കണ പോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 2 എഗ്ഗ് പുഴുങ്ങിയാണ്ട് അതും വെച്ച് കൊടുത്താണ്. അപ്പോൾ എനിക്കുള്ള ലഞ്ച് ബോക്സായി. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. ഇനി ഓനക്ക് പോകാനാകുമ്പോൾ അടുത്ത് പോയിക്കോളും. പിന്നെ ഞാൻ കടയ്ക്ക് നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ അരച്ചെടുത്ത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചതല്ലേ, അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കണില്ല. അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവുമായി. അങ്ങനെ മാവ് കൂട്ടുന്ന പരിപാടിയൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ അത് സോഫ്റ്റായി കിട്ടാനും അതേപോലെ കുറച്ച് പൊങ്ങി വരാനൊക്കെ നല്ലതാണല്ലോ കുറച്ച് നേരത്തെ മാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ അതങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കണം ദോശയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ, ചട്നി എളുപ്പമല്ലേ, ചട്നി കറിയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. കടലയും ചെറുപയറും ഒന്ന് വെള്ളത്തിലിട്ടില്ലെങ്കിൽ അങ്ങനെ അപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്നി തന്നെയാണ് അധികം ഞാൻ ഉണ്ടാക്കൽ. അതാവുമ്പം എളുപ്പമാണ്, തേങ്ങ അരച്ചാണ്ടാണ് ഒഴിച്ചു കൊടുത്തേക്കാണ് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ തേങ്ങാ ചട്നി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചായ കുടിക്കാനായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് പണി. നെയ്യപ്പത്തിൻ്റെ മാവ് നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് പഴംപൊരിൻ്റെ മാവ് ഉണ്ടാക്കണം, അതേപോലെ പൊക്കവടൻ്റെ മാവ് ഉണ്ടാക്കണം. അങ്ങനെ ഇപ്പോൾ 24 മണിക്കൂറും പണിയാണെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഒരു ദിവസം 24 മണിക്കൂറല്ലല്ലത്, ആ 24 മണിക്കൂറും തികയാത്ത പോലെയാണ്. അപ്പോൾ എന്തായാലും ചട്നിയായി. അപ്പം ദോശയും ചുട്ട് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ തന്നെ ദോശ ചുടുന്നതിൻ്റെ അടിയിലാണ് കേട്ടോ പിന്നെ ഈ മാവൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം അച്ചാർ കൊടുക്കാണ്ടായിനും. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇന്നലെ ആ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിനും. മാതള നാരങ്ങ വടുകപ്പുളി നട്ടോ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിന്. ഇത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നതേനി, ചേച്ചിക്ക് അച്ചാറുണ്ടാക്കി കൊടുക്കുമോ ചോദിച്ചിട്ട്. അങ്ങനെ ആ അച്ചാറുണ്ടാക്കിയത് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാനൊരു ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് വെക്കും, അല്ലെങ്കിൽ ഞാൻ മറക്കും. അപ്പോൾ പിന്നെ പഴംപൊരിക്കുള്ള മാവും ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇനി പൊക്കവടക്കാട്ടോ മാവ് ഉണ്ടാക്കണതൊക്കെ കുറേശ്ശേ ഉണ്ടാക്കുകയുള്ളൂ. അത് ചിലവായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോരും ചെയ്യും കേട്ടോ. ഒരു മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്ത് ചിലപ്പോൾ ബാങ്ക് കൊടുക്കണോട് കൂടിയിട്ടാവും പോരുക, ചിലപ്പോൾ ബാങ്ക് കൊടുക്കാനാവുമ്പോഴത്തേന് പോരും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഈ കൊണ്ടുപോകണതൊക്കെ ചിലവാവും ചെയ്യും. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും, ഒക്കെ കുറേശ്ശേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൂ കേട്ടോ.
പിന്നെ സമൂസ നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കുക, ഫില്ലിങ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും. ഒക്കെ പൊരിക്കൽ അവിടെ നിന്നാണ്, മാവൊക്കെ അവിടെ നിന്ന് കൂട്ടിപ്പോവും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതാ പൊക്കവടക്കുള്ള മാവ് ഉണ്ടാക്കി അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. കുറച്ചൊക്കെ ഞാൻ ഇതിങ്ങനെ ഓരോ ജോലികളും ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ കഴുകി വെക്കും. അതുകൊണ്ട് പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് പരന്നുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ മോറി വെക്കാൻ. എന്നാലും ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ക്ലീനാക്കി അവിടെ ഒക്കെ നമുക്ക് കടയിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, മാവൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഇതാ കുറച്ച് പാത്രങ്ങളും കൂടിയൊക്കെ ഉണ്ട് കഴുകാൻ. ഇനി ഇതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കിച്ചണോട്ട് തുടച്ചിടും. പിന്നെ അലക്കൽ 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ. അന്നത്തെ ദിവസം അലക്കിയിട്ടില്ല, ഇന്നലെ അലക്കിയിട്ടില്ല. പിന്നെ അടിച്ചു വാരാനൊക്കെ മക്കളും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ ചിഞ്ചുമോൾക്കാണെങ്കിൽ എക്സാമിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓള് CMA ആണല്ലോ, അപ്പോൾ ഒരുപാടുണ്ടാവും പഠിക്കാൻ. അപ്പോൾ ഓളെ ഞാൻ ഇതിക്ക് ഇങ്ങനെ വിളിച്ചലില്ല കേട്ടോ, പണിയൊന്നും അങ്ങനെ എടുപ്പിച്ചലില്ല. പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ വിചാരിച്ചിട്ട്. എക്സാമിന് ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓളങ്ങനെ വല്ലാതെ ഇതാക്കലില്ല കേട്ടോ. പിന്നെ കടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളിപ്പം പോരലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമല്ലേ ഞങ്ങൾ നിൽക്കലുള്ളൂ. അപ്പോൾ സമൂസയൊക്കെ അവിടുന്ന് ഓളാണ് ചുറ്റി തരല്. പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഓള് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി കൊടുക്കും ചെയ്യും. കുട്ടികൾക്ക് ചായക്ക് കടി സ്കൂളിട്ട് വരുമ്പോഴത്തേന് ബാബു ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കലുണ്ട്. അപ്പോൾ ആ നേരത്തെ ഓളം ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കും ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും മരുഭാഗമൊക്കെ കൊടുക്കാനാവുമ്പോൾ അങ്ങോട്ട് പോരും ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതാ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്കായിട്ട് ദോശയും കാര്യങ്ങളൊന്നും വേറെ ഇപ്പം ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാക്കും ടൈം ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ, കറി ഉണ്ടാക്കാനുള്ളതും. അതേപോലെ ഇപ്പം ഞാൻ ബീഫാണ് കഴുകണത്. ആദ്യം ബീഫ് കഴുകിയിട്ട്, ബീഫിനല്ലേ വേവ് കൂടുതലുള്ളത്, അപ്പോൾ അത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുക്കാം കേട്ടോ. ആ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്താണ്, അതേപോലെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തേക്കണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണേക്ക് കൂട്ടി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മൾ ചിക്കൻ കറിക്കൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ബീഫ് വരട്ടിനേക്കും അതേപോലെ ചിക്കൻ ഫ്രൈക്കും ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിൻ്റെലും കൂടെ ഇട്ട് കൊടുക്കേണ്ടിനി. അങ്ങനെ അത് വേഗം ചതച്ചൊക്കെ വെച്ചു. ഇനി ഇതാ ബീഫത്തെ വെള്ളമൊക്കെ പോയിട്ട് ഞാനൊരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിനും, അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള കേട്ടോ. സവാള കൂടുതൽ ചേർക്കണില്ല, നമ്മൾ ബീഫ് ഫ്രൈ അല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ ബീഫൊക്കെ നമ്മൾ പൊരിച്ചെടുക്കണേക്കൊക്കെ ചേർക്കുമ്പോൾ. അതേപോലെ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും പെരിഞ്ജീരകവും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ചേർക്കും കേട്ടോ. ലാസ്റ്റ് നമ്മളിതൊന്ന് തൂമിച്ചെടുക്കും വെളിച്ചെണ്ണയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർക്കും. ഇപ്പം ഇതിക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിക്ക് ചേർത്തുക്കണമല്ലോ. അങ്ങനെ ഇതാ കൈയോണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതേപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെയും പണികൾ ഉണ്ട്, അതൊക്കെ എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും. ഞാൻ ചിലപ്പോൾ കിച്ചണിൽ ഇരുന്നാണ്ട് തന്നെയാണ് ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴത്തേന് ഞാൻ വിചാരിക്കും സമയത്തിന് ഇതായിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പണി അപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആ കിച്ചണിൽ തന്നെ ഇരുന്നാണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിക്ക് ഇടാനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, ചിക്കൻ 65-ൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല. പിന്നെ നമ്മളെ ഡെയിലി വ്ളോഗ് കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് ഞാൻ തൈരും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈക്കും അതേപോലെ ഫാൻസ് കൂടുതലാട്ടോ. എല്ലാവരും പറയലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് നിങ്ങളെ ചിക്കൻ ഫ്രൈ കേട്ടോ. മറ്റതൊന്നും ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറയലുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനലിൽ പോയി നോക്കിയാൽ മതി, അതിൽ കാണാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ കഴുകി വെച്ചതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിക്കനിലൊക്കെ നമ്മൾ മസാല തേച്ച് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലുള്ള മസാലയൊക്കെ നല്ലോണം അതിൽ പിടിക്കുള്ളൂ.
അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റേ പൊരിച്ചെടുക്കുള്ളൂ കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ചിക്കൻ പൊരിച്ചെടുക്കുക. എന്നാൽ പിന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്യുകയും ചെയ്യാം. ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിക്കോളും. നല്ല ചൂടൊന്നും ഉണ്ടാവില്ല, എന്നാലും കഴിക്കാനാകുമ്പോഴത്തേന് പറ്റ തണുക്കണ്ട. അപ്പോൾ മഴക്കാലം കൂടിയല്ലേ. അങ്ങനെ അതൊക്കെ മസാല തേച്ച് വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 കിലോ ചിക്കനാണ്. ഞാൻ ഇതാ ഒരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. പിന്നെ തക്കാളി, അതേപോലെ കുറച്ച് സവാള, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയാണ്ട് ഇട്ടിട്ടില്ലെങ്കിലും ഇതേപോലെ പച്ചക്ക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കറി. പിന്നെ പത്തിരിക്കൊക്കെ ബെസ്റ്റാണ്. പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഗ്ലൗസ് ഇട്ടിട്ടില്ല കയ്യുമ്പോൾ, അപ്പോൾ ചട്ടുകം വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് അറിയല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് വേണ്ടാവുമ്പോൾ പിന്നെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചട്ടുകം കൊണ്ടാവുമ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും ആവും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കണുണ്ട് കേട്ടോ ഞാൻ. എന്താ നമ്മൾ അടുപ്പത്ത് വേറെന്തോ സംഭവം ഉണ്ട്. വേറെന്തോ സംഭവമല്ല, നമ്മളെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ഒരടുപ്പിൽ ബീഫും ഉണ്ട്, ഒരടുപ്പിൽ നമുക്ക് കടയിൽ കൊണ്ടുപോകാനുള്ള സമൂസക്കുള്ള ഫില്ലിങ്ങും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ബാവും ഉണ്ട് കേട്ടോ ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ. പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് ആയിട്ടുണ്ട്. സമൂസക്കുള്ള ഫില്ലിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പം ഇനി ഇതും അവിടെ കിടന്നിട്ട് വേവട്ടെ. ഇനി ഇതിക്ക് തേങ്ങ പൊളിച്ചിട്ട് വേണം ചിരകാനും ഇതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് 2 തേങ്ങയൊക്കെ പൊളിച്ച്, ഇത് ഒരു 1.5 തേങ്ങയാണ് കേട്ടോ. അരമുറി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പച്ചത്തേങ്ങ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തേങ്ങ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ തേങ്ങ ഇട്ട്, അതേപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇലയും വലിയ ജീരകമാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിനിയത്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കണ്ടല്ലോ. പിന്നെ ഓവറായിട്ട് അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒക്കെ പാകത്തിന് മതിയല്ലോ. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ അതൊക്കെ നമ്മൾ കറിക്ക് ചേർത്തതാണ്. എന്നാലും ഈ ഒരു തേങ്ങ വറുക്കണേക്ക് കുറേശ്ശെ ചേർത്തിട്ടുണ്ട്, ഒരു വറുത്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് അതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കറിയും വെന്തിട്ടുണ്ട്. അതിന് കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കറി നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും. ചിലർക്ക് കിഴങ്ങ് ഇടുന്ന ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനത്തെ കറിക്ക്. തേങ്ങയൊക്കെ വറുത്ത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, തേങ്ങ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തേങ്ങ അരച്ച അരിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം മതി കേട്ടോ. ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വേഗം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറി ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കറിയും തൂമിക്കണം, ബീഫും തൂമിക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ആ ഒരു നേരൊക്കെ ആയപ്പോൾ തന്നെ ഈ പാലപ്പത്തിൻ്റെ മാവ് കണ്ടോ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പിന്നെയുള്ള കുഴപ്പം. ഞാനാണെങ്കിലോ എനിക്ക് വലിയ പാത്രത്തിൽ കുറച്ച് മാവ് കൂട്ടി വെക്കണത് ഒരു എന്തോ പോലെയാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇനി അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഇട്ടതാട്ടോ. ഇനിയിപ്പോൾ ഏതായാലും പാലപ്പം ഇതിൻ്റെ ഇടയിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ മാവൊക്കെ കഴിഞ്ഞിട്ടേക്കാരും പിന്നെ നോക്കൽ. അപ്പോൾ മാവൊക്കെ ഞാൻ ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇനി അതിൻ്റെ ഇടയിൽ ചുട്ടെടുക്കണം. പിന്നെ കറി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ചാണ്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കറിൻ്റെ കാര്യം ഇനിയിപ്പോൾ നോക്കണ്ട, അത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. കുറച്ച് മുന്നേ തന്നെ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നാലുള്ള ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പം മസാലയൊന്നും ശരിക്കും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ കറി ആയിട്ടോ. അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങിച്ച് പിന്നെ പാലപ്പത്തിന് ചട്ടി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് എനിക്ക് 4 കൈയാണെന്ന് പറഞ്ഞത്. അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. എന്നാലും ബാബു എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. സവാളയൊക്കെ കട്ട് ചെയ്ത് തരലും അങ്ങനത്തെ ഒക്കെ ഓരന്നെ കേട്ടോ ചെയ്യൽ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ കഷ്ടപ്പെടുന്നത്, ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ചട്ടിക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം, മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ അത് വഴറ്റിയെടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉഷാറാണ്.
പിന്നെ അതേപോലെ പാലപ്പൊക്കെ ചൂടാനൊക്കെ ആക്കി കഴിഞ്ഞാൽ മാവ് കുറച്ച് തോനെ ഉണ്ടാക്കണം നമ്മൾ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അധികം കരിഞ്ഞേക്കാരം കിട്ടുക. അപ്പോൾ പിന്നെ അങ്ങനത്തെ പണിക്കൊന്നും ഞാൻ ഏൽപ്പിക്കലില്ല കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കൽ. അങ്ങനെയൊക്കെ ഓരോ ഇതുള്ളൂ കേട്ടോ, അല്ലാത്ത കുഴപ്പം. പക്ഷേ ചിക്കനൊക്കെ പൊരിക്കാൻ ഉഷാറാട്ടോ, ചിക്കൻ നല്ല ഉഷാറായിട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ പണിക്കൊക്കെ ബാബുനാക്കും ചെയ്യും കേട്ടോ ഞാൻ. അതിനൊക്കെ പറഞ്ഞാൽ എന്നെ കാട്ടിൽ ഉഷാറാണ്. അതേപോലെ ഉള്ളിയൊക്കെ മൂപ്പിക്കാനൊക്കെ കരിയൊന്നുമില്ല, വേഗം അങ്ങനത്തെ പണികളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിനി. അത് ബാബു മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ബീഫ് ഇട്ട് കൊടുത്തു. അപ്പം ഇനി കുറച്ച് നേരം ബീഫ് അതിൽ കിടക്കട്ടെ. നാളെ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടീനി കേട്ടോ, ഈ ഒരു ഉരുളി ഇന്ന എന്തൊക്കെയോ പറയുന്നുണ്ടാവും പറഞ്ഞിട്ട് ഈ ഉരുളി ഇല്ലാത്ത എന്താ പറയുക കച്ചവടമല്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. എല്ലാത്തിനും ഈ ഉരുളി വേണം കേട്ടോ. അപ്പം ഉരുളിയിൽ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ സുഖമാണേ. സവാളൊക്കെ വഴറ്റിയെടുക്കണമെങ്കിലും ഇതേപോലെ ബീഫൊക്കെ പൊരിച്ചെടുക്കാനും ചിക്കൻ പൊരിച്ചെടുക്കാനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പത്ത് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ, എന്നാലുള്ളൂ നല്ലോണം മുരിഞ്ഞ് വരിക. അപ്പോൾ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ. അപ്പോൾ ഇനി ബീഫ് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതിൽ വേണം ചിക്കൻ പൊരിച്ചെടുക്കാൻ. അപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. പിന്നെ 2:30ക്ക് ഞാൻ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഒരു 3 മണിയാകുമ്പോഴത്തേനും അവരെ വീട്ടിൽ ഫുഡ് എത്തിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം 5-ാം മൈൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഇത്താൻ്റെ വീട്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ട്. വീട്ടിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിനുള്ള ഫുഡാണ് കേട്ടോ അത്. അങ്ങനെ ബീഫൊക്കെ പൊരിച്ച് അത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തു. പിന്നെ ചട്ടി വെച്ച് ബാബുവിനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ അവിടെ പാലപ്പം ചുടുന്ന പണിയിലാണ്. അതേപോലെ നൂലപ്പത്തിനുള്ള മാവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും വേഗം ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നൂൽപുട്ട് ചുടാനും പിന്നെ വേഗമുണ്ട്. ഈ തട്ടുണ്ടായതുകൊണ്ടേ ഒരു 6 തട്ടൊക്കെ ഒറ്റ ട്രിപ്പ് തന്നെ ആവും. 3 എണ്ണം വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ 3 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 എണ്ണമായി. പിന്നെ അങ്ങനെ 20 എണ്ണമാണല്ലോ നമുക്ക് വേണ്ടത്. അതൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അച്ഛൻ തന്നെ നല്ല അടിപൊളിയാണ്. നല്ലോണം എന്താ പറയുക ബലം പിടിച്ച് ചുറ്റേണ്ട ആവശ്യമില്ല, പീച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. അങ്ങനെ നൂൽപുട്ടും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ പാലപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാലപ്പം 15 എണ്ണം ഒന്നുമല്ല കേട്ടോ, അതിലേറെ ഉണ്ടായിന്. പിന്നെ ഒന്നിങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ടേ ഞാൻ വാഴൻ്റെ ഇല ടേബിളുമ്മ വിരിച്ചിട്ട് അയക്കാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂടാറുകയും ചെയ്തോളും. ചിലപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങനെ മേലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടൽ വരും. പിന്നെ അപ്പം തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ചില അപ്പമൊക്കെ കുറച്ചിങ്ങനെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നും നമ്മൾ ഇടൂല കേട്ടോ, നല്ല തന്നെ കൊടുക്കൽ. പിന്നെ നമ്മൾ ചുട്ടതൊക്കെ കുറച്ചൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ 2 എണ്ണോ 3 എണ്ണമൊക്കെ ഏറെ വെച്ച് കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളത് തന്നെ കാരറ്റ് ഉണ്ടാവുക ചിലപ്പോൾ കേട്ടോ, ചില സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ 2 എണ്ണോ 3 എണ്ണമൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുകയും ചെയ്യലുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കോരണമെങ്കിൽ ഞാൻ തന്നെ വേണം. കോരി എടുക്കാനൊന്നും ബാബുന് വെക്കായിട്ടല്ല, പക്ഷെ എന്നോട് അറിയോ കോരിക്കോരയും ഞെണ്ണീക്ക് ഇടാൻ ബാബു ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അതിമുള്ള ആ ഒരു മസാലയും കോട്ടിങ്ങും ഒക്കെ ആ എണ്ണയിൽ അങ്ങോട്ട് പോവും. ചിക്കൻ ഉണ്ടാവില്ല. ഇത് കണ്ടോ നല്ല ഉഷാറായിട്ട് പൊരിച്ച് എടുത്തേക്കണം കേട്ടോ ചിക്കന്. അപ്പോൾ ചിക്കൻ പൊരി കഴിഞ്ഞു. അത് 1.5 കിലോനുള്ളൂ കേട്ടോ. 10 പേർക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അത് വേറെ പാക്കാക്കാനൊന്നുമില്ല. ഫോയിൽ പേപ്പർ വെച്ച് അങ്ങനെ അടച്ചു കൊടുത്ത് അതിൻ്റെ അടപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടോ. അങ്ങനെ ആവണത് നമ്മൾ പാക്ക് ചെയ്തും വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ആ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു ഇതൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടയ്ക്ക് പോകാനും. അപ്പോൾ ഇതാട്ടോ നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും നമുക്ക് ചിക്കൻ കറി കുറച്ച് നേരം അയക്കണമായിട്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം, കൊടുക്കാനുള്ള പാത്രത്തേക്ക് മാറ്റാം. കറിയുള്ള പാത്രമൊന്നും നമ്മൾ കൊടുക്കലില്ല കേട്ടോ. ഒക്കെ നല്ല പാത്രത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചുകൊണ്ട് അങ്ങനെ കേട്ടോ കൊടുക്കാറ്. കറിയുള്ളതൊക്കെ ഞാൻ തന്നെ കഴുകൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കറി നമ്മൾ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഉണ്ട് റെഡിയാക്കാൻ. ബീഫ് 2 കിലോനാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 1.5 കിലോനാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടത്. നമുക്കും കൂടെ കുറച്ച് ആയിക്കൂടെ അങ്ങനെ ഇട്ടാണ്ട് വെച്ചേക്കേനി. നമുക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഓരോ കണക്കിനുള്ളത് ഓർക്ക് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാനും പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കൂട്ടാൻ വെക്കാനൊന്നും നേരമില്ല. അപ്പോൾ പിന്നെ അത് അതിന് കുറച്ചെടുത്തേക്കാണ് കേട്ടോ. അതിന് നമ്മളങ്ങനെ അധികം ഇട്ടും ചെയ്തിട്ടുണ്ട് 1/2 കിലോ.
അങ്ങനെ ബീഫും പാത്രത്തിലേക്ക് ആക്കി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പാലപ്പം കൂടെ പാക്ക് ചെയ്യാനുള്ളൂ. പാലപ്പം നൂൽപുട്ടും പിന്നെ ഞാനൊരു ചെമ്പുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ട് ഞാൻ സെക്കൻഡ് ചാനലിൽ ഇടുന്നുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ എന്താട്ടോ ഒക്കെ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റി. ഇനി കുളിച്ച് നിസ്കരിച്ച് ചോറും കഴിച്ചിട്ട് വേണം നമുക്ക് കടയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ 2:30 ആയപ്പോഴത്തേന് നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ കുട്ടികളും ബാബു ഉണ്ടല്ലോ, ഓട്ടോ വന്നു കഴിഞ്ഞാൽ ഓരെടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിനായിട്ട് അങ്ങനെ പോയി. ഇനി ഒക്കെ ഓരോ റെഡിയാക്കിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, നല്ലൊരു മോട്ടിവേഷനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ജോലിയും അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കടയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ചെയ്യലെന്നൊക്കെ ചോദിക്കലുണ്ട്. അതൊക്കെ നമുക്ക് പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴുള്ളൂ നമുക്കങ്ങനെ മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. എനിക്കങ്ങനെ മടുപ്പൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇൻഷാല്ലാ നാളെ